അടുത്ത ഹെഡിങ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഫാരഡേയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ടു വിഷ്വലൈസ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ. ചാർജുള്ള വസ്തുക്കൾക്ക് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ വിഷ്വലൈസ് ചെയ്യുവാനാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഈ താഴെ കാണിച്ചിരിക്കുന്ന 4 പടങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പടം ഒരു പോസിറ്റീവ് ചാർജ് മാത്രമാണ്. നമ്മളിതിനെ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് എന്ന് പറയും. ഇത് ഒരു നെഗറ്റീവ് ചാർജ് മാത്രമാണ്. ഇത് നമ്മൾ ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ് എന്ന് പറയും. ഈ പടത്തിൽ ഒരു +q -q രണ്ടുപേരും ചേർന്നാണ് ഇരിക്കുന്നത്. നമ്മളിതിനെ അൺലൈക്ക് ചാർജസ് എന്ന് പറയും. ഇവിടെ രണ്ടുപേരും +q ആണ്. നമ്മളിതിനെ ലൈക്ക് ചാർജസ് എന്ന് പറയും. നമ്മൾ ആദ്യം ഒന്നാമത്തെ പടത്തിലേക്ക് വരാം. ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്. ഈ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിൻ്റെ ഈ കാണുന്ന പോയിന്റിൽ ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വച്ചാൽ ഈ +q റിപ്പൽഷൻ കാരണം ഇവിടെ ഇരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈ ലൈൻ വഴി ഇങ്ങോട്ട് സഞ്ചരിക്കും. അപ്പോൾ അതിൻ്റെ സഞ്ചാരമാണ് ആരോ മാർക്ക് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ +q ഇൻഫിനിറ്റിയിലോട്ട് തള്ളിക്കൊണ്ടു പോകും. ഒരു പക്ഷേ ഇവിടെയാണ് ഞാൻ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വയ്ക്കുന്നതെങ്കിൽ ഈ +q റിപ്പൽഷൻ കാരണം യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈ ലൈൻ വഴി താഴോട്ടായിരിക്കും സഞ്ചരിക്കുക. ഒരു പക്ഷേ ഇവിടെയാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വയ്ക്കുന്നതെങ്കിൽ +q കാരണം ഇവിടെ ഇരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇതുവഴിയായിരിക്കും റിപ്പൽ ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ ഈ വരച്ചേക്കുന്ന എല്ലാ ആരോ മാർക്കും ഈ +q ചുറ്റും ഏതെങ്കിലും പോയിന്റുകളിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വച്ചാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് പോകുന്ന ദിശകളാണ്. അപ്പോൾ ഈ ലൈൻസ് ഓഫ് ഫോഴ്സിനെ അല്ലെങ്കിൽ ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പോകുന്ന ഇത്തരം പാതകളെ നമ്മൾ വിളിക്കുന്നതാണ് ലൈൻസ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. +q അല്ലെങ്കിൽ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എപ്പോഴും വെളിയിലേക്കാണ്, പുറത്തോട്ടാണ് സഞ്ചരിക്കുക. ഒരിക്കൽ കൂടി, ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എപ്പോഴും പുറത്തേക്കായിരിക്കും. എന്നാൽ ഇവിടെ വരച്ചേക്കുന്നത് -q എന്നുള്ളൊരു ചാർജാണ്. ഇതിനെ നമ്മൾ ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ് എന്ന് പറയും. ഇതിൻ്റെ പരിസരത്ത് ഇവിടെ ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ചാൽ ഈ -q ഇവിടെ ഇരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ലൈൻ വഴി ഈ ദിശയിൽ ആകർഷിക്കും. ഇവിടെയാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വയ്ക്കുന്നതെങ്കിൽ -q ആകർഷിക്കപ്പെടുക ഈ ദിശയിലായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ വരച്ചേക്കുന്ന എല്ലാ ആരോ മാർക്കും ഇവിടെ അകത്തോട്ടാണ്. ഈ അകത്തോട്ട് വരയ്ക്കുന്ന ലൈൻ ഓഫ് ഫോഴ്സ്, അകത്തോട്ട് വരച്ചിരിക്കുന്ന ഈ എല്ലാ പാതകളും യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇതിലേക്ക് സഞ്ചരിച്ച് ചെല്ലുന്ന വഴികളാണ്. എങ്കിൽ ഈ വരച്ചേക്കുന്നത് -q എന്നുള്ള ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സുകളെയാണ്. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു +q -q എന്നുള്ള 2 ചാർജുകളാണ്. നമ്മളിതിനെ അൺലൈക്ക് ചാർജസ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ +q ചാർജ് ആണെങ്കിൽ ലൈൻ ഓഫ് ഫോഴ്സുകൾ പുറത്തേക്ക്, -q ചാർജ് ആണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സുകൾ അകത്തേക്ക്. എന്നാൽ രണ്ടുപേർക്കും ഇടയിലുള്ള റീജിയൻ ശ്രദ്ധിച്ചാൽ അറിയാം, +q നിന്നും പുറപ്പെടുന്ന ലൈൻ ഓഫ് ഫോഴ്സ് നേരെ -q വന്നു ചേരുന്നത്. അതുപോലെ ഇവിടെയും +q നിന്ന് പുറപ്പെട്ടു പോകുന്ന ലൈൻ ഓഫ് ഫോഴ്സ് നേരെ വന്നു ചേരുന്നത് -q. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ടുപേരും അൺലൈക്ക് ചാർജസ് ആണ്. അതുകൊണ്ട് ഇവ തമ്മിൽ ഒരു ആകർഷണ ബലം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ കംപ്രഷന് വിധേയമാകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ +q -q എന്നുള്ള അൺലൈക്ക് ചാർജസ് ഉണ്ടെങ്കിലും ഇവിടെയുള്ള ലൈൻ ഓഫ് ഫോഴ്സ് ദേ കോൺട്രാക്ട് ലോഞ്ചിറ്റ്യൂഡിനലി. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ രണ്ടുപേരും പരസ്പരം ആകർഷിച്ച് അടുക്കുന്നതിന് വേണ്ടി. ഇനി നാലാമത്തെ പടത്തിൽ കാണിച്ചിരിക്കുന്നത് രണ്ടുപേരും +q ആണ്. രണ്ടുപേരും +q ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ +q ഒന്നാമത്തെ +q ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്തോട്ട്, അടുത്ത രണ്ടാമത്തെ +q ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്തോട്ട്. ഇനി 2 +q ഇടയ്ക്കുള്ള റീജിയൻ പരിശോധിച്ചാൽ ഈ ദിശയിൽ പുറപ്പെട്ടു പോകുന്ന ലൈൻ ഓഫ് ഫോഴ്സ് ഈ +q സ്വാധീനം കാരണം ഈ ദിശയിൽ സഞ്ചരിക്കാതെ ഇവിടെ ബെൻഡ് ചെയ്ത് മുകളിലോട്ടായിരിക്കും സഞ്ചരിക്കുക. ഇവിടുത്തെ ലൈൻസ് ഓഫ് ഫോഴ്സും അത് തന്നെ സംഭവിക്കും. ഇവിടുത്തെ ലൈൻ ഓഫ് ഫോഴ്സും അങ്ങനെ തന്നെയാണ്, ഈ ലൈൻ ഓഫ് ഫോഴ്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ രണ്ടുപേരും ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഇവയ്ക്ക് തമ്മിൽ റിപ്പൽഷൻ കാണും. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ലൈൻ ഓഫ് ഫോഴ്സുകൾ പരസ്പരം ലാറ്ററൽ പ്രഷർ എക്സേർട്ട് ചെയ്യും. എന്തിനാണ് എന്ന് ചോദിച്ചാൽ +q പരസ്പരം റിപ്പൽ ചെയ്ത് അകലുവാൻ വേണ്ടി. അപ്പോൾ ഈ 4 പടവും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലായി.
ഇവിടെ ആരോ മാർക്കിട്ട് കാണിച്ചേക്കുന്ന എല്ലാവരും തന്നെ ഒരു പോസിറ്റീവ് ചാർജ്, സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഒരു പോസിറ്റീവ് ചാർജ് സഞ്ചരിച്ച് പോകുന്ന വഴിയാണ്. ഇവിടെ പുറത്തോട്ടാണ്, ഇവിടെ അകത്തോട്ടാണ്, ഇവിടെ ബാക്കിയുള്ള പടത്തിൽ കൃത്യമായ ദിശകൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സാങ്കല്പികമായ പോസിറ്റീവ് ചാർജ് സഞ്ചരിച്ച് പോകുന്ന പാതകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഈ പടങ്ങളിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു, എന്നാൽ ഈ രണ്ട് പടങ്ങളെത്തിയപ്പോൾ അത് കർവ്ഡായി. അതുകൊണ്ട് നമുക്ക് പറയാം ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് എ പാത്ത്. അത് സ്ട്രെയിറ്റ് ലൈൻ ആകാം അല്ലെങ്കിൽ കർവാകാം, എലോങ് വിച്ച് ആൻ ഇമാജിനറി പോസിറ്റീവ് ചാർജ് മൂവ്സ്. അപ്പോൾ സാങ്കല്പികമായ ഒരു പോസിറ്റീവ് ചാർജ് സഞ്ചരിച്ച് പോകുന്ന പാത അത് സ്ട്രെയിറ്റ് ലൈൻ ആകാം അല്ലെങ്കിൽ കർവാകാം. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. നമുക്കിനി പറയാനുള്ളത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ചില സ്വഭാവങ്ങളെക്കുറിച്ചാണ്. ഈ പടത്തിൽ പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്ക് പോകുന്ന ഒരു ലൈൻ ഓഫ് ഫോഴ്സ് വരച്ചിട്ടുണ്ട്. ആ ലൈൻ ഓഫ് ഫോഴ്സിൻ്റെ ദിശ ഒരു ആരോ മാർക്ക് കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ രണ്ട് പോയിന്റുകൾ എടുക്കുന്നു. ഒന്നാമത്തെ പോയിൻ്റിൻ്റെ പേര് പി, രണ്ടാമത്തെ പോയിൻ്റിൻ്റെ പേര് ക്യൂ. ഈ പി എന്നുള്ള പോയിന്റിലെയും ക്യൂ എന്നുള്ള പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ എന്നതിൻ്റെ ഡിറക്ഷൻ നമുക്ക് പറയണം. ഇപ്പോൾ പി എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ പറയുന്നതിനായി പി എന്നുള്ള പോയിന്റിൽ നമ്മുടെ ലൈൻസ് ഓഫ് ഫോഴ്സിലേക്ക് ഒരു ടാൻജൻറ്റ് വരയ്ക്കുന്നു. ടാൻജൻറ്റിൻ്റെ ഡിറക്ഷൻ ഈ കാണിച്ചിരിക്കുന്ന ദിശയിലാണ്. എങ്കിൽ ഈ ടാൻജൻറ്റിൻ്റെ ഡിറക്ഷൻ എന്താണോ അതായിരിക്കും പി എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ. അതേപോലെ ക്യൂ എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ ചോദിച്ചാൽ നമ്മുടെ ക്യൂ എന്നുള്ള പോയിന്റിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിലേക്ക് ഒരു ടാൻജൻറ്റ് വരയ്ക്കുന്നു. ഈ ടാൻജൻറ്റ് ഡിറക്ഷൻ എങ്ങോട്ടാണോ അതായിരിക്കും ക്യൂ എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ. അതായത് ഒരു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജൻറ്റിൻ്റെ ഡിറക്ഷൻ ആയിരിക്കും അതാത് പോയിന്റുകളിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ. ഇനി രണ്ടാമത്തെ പടത്തിൽ സൂചിപ്പിച്ചേക്കുന്നത് രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സാണ്. ഇത് ഒന്നാമത്തെ ലൈൻ ഓഫ് ഫോഴ്സ്, ഇത് രണ്ടാമത്തെ ലൈൻ ഓഫ് ഫോഴ്സ്. ഈ രണ്ട് ലൈൻ ഓഫ് ഫോഴ്സും പി എന്നുള്ള പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് പി എന്നുള്ള പോയിന്റിൽ ഒന്നാമത്തെ ലൈൻസ് ഓഫ് ഫോഴ്സിനെ ആസ്പദമാക്കി ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. ആ ടാൻജൻറ്റ് ഡിറക്ഷൻ ഈ ദിശയിൽ കാണിച്ചിരിക്കുന്നു. അതേ പി എന്നുള്ള പോയിന്റിൽ രണ്ടാമത്തെ ലൈൻ ഓഫ് ഫോഴ്സിനെ ആസ്പദമാക്കി രണ്ടാമത്തെ ടാൻജൻറ്റ് വരച്ചിരിക്കുന്നു. ഇവിടെ അതിൻ്റെ ഡിറക്ഷൻ സൂചിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പി എന്നുള്ള പോയിന്റിൽ നമുക്ക് രണ്ട് ടാൻജൻറ്റ് വരയ്ക്കേണ്ടി വന്നു. ഒന്നാമത്തെ ലൈൻ ഓഫ് ഫോഴ്സിനെ സംബന്ധിച്ച് ഒരു ടാൻജൻറ്റ്, രണ്ടാമത്തെ ലൈൻ ഓഫ് ഫോഴ്സിനെ ആസ്പദമാക്കി രണ്ടാമത്തെ ടാൻജൻറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ വരയ്ക്കുന്ന ടാൻജൻറ്റ് ഇ എന്നതിൻ്റെ ഡിറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ രണ്ട് ടാൻജൻറ്റുകളുണ്ട്. അതിൻ്റെ അർത്ഥം പി എന്നുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡിറക്ഷൻ ഉണ്ടെന്നാണ്. പക്ഷേ അത് ഒരു കാരണവശാലും സാധ്യമല്ല. കാരണം ഇ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതിന് ഒരു പോയിന്റിൽ ഒരു ഡിറക്ഷൻ മാത്രമേ സാധ്യമാകൂ. അങ്ങനെയെങ്കിൽ ഇത്തരം ഒരു പടം ഒരു കാരണവശാലും സാധ്യമല്ല. എന്തെന്നാൽ ലൈൻ ഓഫ് ഫോഴ്സുകൾ കൂട്ടിമുട്ടിയാൽ ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഒന്നിൽ കൂടുതൽ ടാൻജൻറ്റ് വരയ്ക്കേണ്ടതായി വരും. അതിൻ്റെ അർത്ഥം ഒരേ പോയിന്റിൽ ഇക്ക് ഒന്നിൽ കൂടുതൽ ദിശ ഉണ്ടെന്ന് വരും. അതൊരിക്കലും സാധ്യമല്ല. അതിൻ്റെ അർത്ഥം ലൈൻ ഓഫ് ഫോഴ്സുകൾ പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. നമുക്കിനി അടുത്തതായി പറയേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സാണ്. അതിൽ ഒന്നാമത്തെ സ്വഭാവം, ലൈൻ ഓഫ് ഫോഴ്സ് എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവ് ചാർജിലായിരിക്കും അവസാനിക്കുന്നത്. ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അതായത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ലൈൻ ഓഫ് ഫോഴ്സ് അവസാനിക്കാൻ എത്തിച്ചേരത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ലൈൻ ഓഫ് ഫോഴ്സ് പോസിറ്റീവിൽ തുടങ്ങും, അവസാനിക്കുന്നത് നെഗറ്റീവിലായിരിക്കും. ദ നമ്പർ ഓഫ് ലൈൻ ഓഫ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ ലൈൻ ഓഫ് ഫോഴ്സിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. മൂന്നാമത്തെ പ്രോപ്പർട്ടി, നോ ലൈൻസ് ഓഫ് ഫോഴ്സ് എക്സിസ്റ്റ് ഇൻസൈഡ് ചാർജ്ഡ് കണ്ടക്ടർ. ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ലൈൻ ഓഫ് ഫോഴ്സുകൾ കാണത്തില്ല. അതിൻ്റെ അർത്ഥം ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. നാലാമത്തെ സ്വഭാവം പറഞ്ഞു, ടാൻജൻറ്റ്
ടു ലൈൻസ് ഓഫ് ഫോഴ്സ് ഗീവ്സ് ഡിറക്ഷൻ ഓഫ് ഇ അറ്റ് ദാറ്റ് പോയിന്റ്. 5 പറഞ്ഞു, ലൈൻസ് ഓഫ് ഫോഴ്സ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ലൈൻ ഓഫ് ഫോഴ്സുകൾ പരസ്പരം കൂട്ടിമുട്ടത്തില്ല. കൂട്ടിമുട്ടിയാൽ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഒന്നിൽ കൂടുതൽ ടാൻജൻറ്റുകൾ വരയ്ക്കേണ്ടതായി വരും. അതിൻ്റെ അർത്ഥം ഒന്നിൽ കൂടുതൽ ഡിറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് ഉള്ളതായി പറയേണ്ടി വരും. അത് സാധ്യമല്ല. 6. ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ പാരലൽ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്ക് ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡിറക്ഷനും ആയിരിക്കും. അത്തരം സാഹചര്യത്തിൽ ലൈൻ ഓഫ് ഫോഴ്സുകൾ പാരലലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിഗറിൽ ലൈൻ ഓഫ് ഫോഴ്സുകൾ പാരലൽ ലൈൻസ് ആയിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് മനസ്സിലാക്കാം. അടുത്തതായി, ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഓൾവേസ് നോർമൽ ടു ചാർജ്ഡ് കണ്ടക്ടർ. നമുക്കറിയാം, പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണെങ്കിൽ ലൈൻ ഓഫ് ഫോഴ്സ് പുറത്തേക്ക് പോകും. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണെങ്കിൽ ലൈൻ ഓഫ് ഫോഴ്സ് അതിലേക്ക് വന്നു ചേരും. അപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ലൈൻ ഓഫ് ഫോഴ്സ് എപ്പോഴും ചാർജ്ഡ് ബോഡിയുടെ സർഫസിന് നോർമലായിരിക്കും. അതായത് 90 ഡിഗ്രിയിലായിരിക്കും പുറപ്പെട്ടു പോവുക അല്ലെങ്കിൽ വന്നു ചേരുക. 8ാമത്തെ പ്രോപ്പർട്ടി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ദേ കോൺട്രാക്റ്റ് ലോഞ്ചിറ്റ്യൂഡിനലി. ലൈക്ക് ചാർജസ് ആണെങ്കിൽ ലൈൻ ഓഫ് ഫോഴ്സുകൾ ലാറ്ററൽ പ്രഷർ പരസ്പരം എക്സേർട്ട് ചെയ്യും. ഇത്രയുമാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്.